ഈ പ്രഭാതവേളയിൽ ഞങ്ങളെ കാണുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, സ്വർഗരാജ്യം തൻ്റെ പുത്രനു വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം എന്ന് തിരുവെഴുത്തിൽ നാം കാണുന്നു. ആ രാജാവ് അനേകരെ തൻ്റെ പുത്രൻ്റെ കല്യാണത്തിന് വേണ്ടി ക്ഷണിച്ചിരുന്നു. എങ്കിലും ക്ഷണിച്ചവർ പലരും വരായിക നിമിത്തം ആ രാജാവ് തൻ്റെ ദാസന്മാരോട് കൽപ്പിക്കുകയാണ്, വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും വിവാഹത്തിന് വേണ്ടി ക്ഷണിച്ചു കൊള്ളുക എന്ന് കൽപ്പിക്കുന്നതായി നാം കാണുന്നു. അനേകർ ആ വിവാഹത്തിന് വേണ്ടി കടന്നു വന്നു. എന്നാൽ 12-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, രാജാവിൻ്റെ മുന്നിൽ കല്യാണ വസ്ത്രം ധരിക്കാതെ ഒരു മനുഷ്യൻ വന്നിരിക്കുന്നു. ആ രാജാവിൻ്റെ ചോദ്യത്തിന് മുന്നിൽ കല്യാണ വസ്ത്രം ഇല്ലാതെ നീ അകത്ത് എങ്ങനെ വന്നു എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ ആ മനുഷ്യൻ്റെ വാക്കുകൾ മുട്ടിപ്പോയതായി നാം തിരുവെഴുത്തിൽ നിന്ന് വായിക്കുന്നു. രാജാവിൻ്റെ ചോദ്യത്തിന് മുന്നിൽ നിസ്സഹായനായി ഉത്തരമില്ലാതെ നിൽക്കുന്ന ഒരു മനുഷ്യൻ. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ യോഗ്യത കൊണ്ടോ നമ്മുടെ കഴിവുകൾ കൊണ്ടോ ഒന്നുമല്ല, ക്രിസ്തുവിൻ്റെ സ്നേഹം നിമിത്തം, ക്രിസ്തുവിൻ്റെ രക്ഷ അനുഭവിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയത് നിമിത്തം ആ നിത്യസന്തോഷം നാം അനുഭവിക്കുന്നു. നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ ഒന്നുമല്ല, പിന്നെയോ ദൈവത്തിൻ്റെ വലിയ കൃപ. ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അടിസ്ഥാന ഉപദേശങ്ങൾ മാത്രം നാം സ്വീകരിച്ച്, അല്ലെങ്കിൽ സഭയോട് ചേരുന്ന ഉപദേശങ്ങൾ മാത്രം സ്വീകരിച്ച്, സ്നാനം രക്ഷിക്കപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു നിലവാരത്തിൽ മാത്രം നാം ജീവിച്ച് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയും എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുന്നുവെങ്കിൽ, തിരുവെഴുത്തിൽ നാം വായിക്കുന്നത് കല്യാണ വസ്ത്രം ഇല്ലാതെ ആ വന്ന വ്യക്തിക്കും ക്ഷണം ലഭിച്ചിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹവും വിളിക്കപ്പെട്ട കൂട്ടത്തിലായിരുന്നു. എന്നാൽ കല്യാണ വസ്ത്രം ഇല്ലായ്ക നിമിത്തം ആ മനുഷ്യനെ ആ സ്ഥലത്ത് നിന്ന് തീയിലേക്ക് വലിച്ചിടുന്നതായി നാം കാണുന്നു. ആ മനുഷ്യൻ്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ദൈവാത്മാവ് നൽകുന്ന ഒരു വാണിംഗായി എടുക്കുവാൻ പ്രിയ സഹോദരങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സഭയിൽ അംഗത്വം വഹിക്കുന്നത് നിമിത്തം മാത്രമായി നമ്മുടെ ആത്മീയ ജീവിതം ഒതുങ്ങിപ്പോകുവാനല്ല. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തരായി കർത്താവിന് പ്രയോജനമുള്ളവരായി തീരുവാൻ, അതിലെല്ലാം ഉപരിയായി ഈ നാളുകളിൽ കർത്താവ് നമ്മെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു ആ തലത്തിലേക്ക് എത്തുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രത്തിൽ കറ പുരളുവാൻ അനുവദിക്കാതെ, മാലിന്യം ഏഷുവാൻ അനുവദിക്കാതെ കൃപയിൽ നിൽക്കുവാൻ ഇന്ന് പകൽക്കാലം കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം എല്ലാവർക്കും നേരുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.